ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ വീഡിയോ നിങ്ങൾ ഫ്രീ ആയിട്ട് മാത്രം കണ്ടാൽ മതി. നിങ്ങൾ ഓരോരുത്തരും കാണണം, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അയച്ചു കൊടുക്കണം. അതായത് കഞ്ചാവും MDMA അടിച്ചിട്ട് 4 യുവാക്കൾ നാട്ടിൽ പ്രശ്നമുണ്ടാക്കുകയാണ്. ആ പ്രശ്നമുണ്ടാക്കുന്ന വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അവസാനം നാട്ടുകാർ അവരെ സഹിക്കാതെ അവരെ കെട്ടിയിട്ട് തല്ലുന്ന CCTV ഫുട്ടേജ് ഞാൻ വെച്ചു തരാം. അതിനുശേഷം ആ പാവങ്ങളായ നാട്ടുകാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണം. ഞാനിപ്പോൾ അതായത് ഘട്ടങ്ങളിലായിട്ട് വീഡിയോ വെച്ച് തരാം. ആദ്യം അവരെ അതായത് കെട്ടിയിട്ട് തല്ലുന്ന അവർ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണണം. അതിനു മുമ്പ് പൊന്നു പ്രേക്ഷകരോട് ഒരു കാര്യം പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഈ വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇത് നാലാളിലേക്ക് എത്തണം, നിർബന്ധമായും എത്തണം. നമ്മുടെ കുട്ടികളും അതായത് ഇത്തരത്തിൽ ലഹരിയിൽ ഏർപ്പെട്ടാൽ ഇതായിരിക്കും അവസ്ഥ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ഓക്കെ, പിടിക്കാൻ പറ്റുന്ന ഒത്തം പിടി കേട്ടോ. നിന്നെ കണ്ടുവെച്ചേക്കുന്ന നിന്നെ വെളുത്തില്ല കേട്ടോ. അതവൻ എടുത്തോട്ടെ കേട്ടാ. എന്നെ എടുക്കൂടാ. അവനെ എടുക്കും. അച്ഛനെ കൊണ്ടുപോകാൻ 7 പോലീസുകാരുണ്ട്. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, പോലീസുകാരെ അല്ല ഞങ്ങൾ നിന്നെ ഒരു പൊണ്ണിനെ കൊണ്ടിട്ടില്ല. ഞങ്ങള് എന്റെ വീട്ടിൽ അങ്ങനെ കുള്ള പിന്നെ പതിനാലാമേലി എന്റെ ഇവിടെ നമ്മുടെ ഇവിടെ ഈ മോനച്ചേട്ട കല്ല് മോനച്ചേട്ടൻ ജുബിൻ ഈ തള്ള ഇതിനെല്ലാം കാരണം ഈ തള്ള വീട് കയറ്റി കാരണം എനിക്ക് പേടിയാണ്. കുറെ ദിവസമായി തുടങ്ങിയിട്ട് അമ്മ പോലീസുകാർ വന്നെ സാറേ എനിക്ക് പേടിയുണ്ട്. അവൻ ഒരുപാട് തൊലിക്കുകയൊക്കെ ചെയ്തു. ഓക്കെ, അവിടുത്തെ നാട്ടുകാർ ആക്ച്വലി എന്താണ് സംഭവിച്ചത് ആ നാട്ടുകാർ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേൾക്കണം. അതിനുശേഷം ഈ പ്രതികൾ വരുന്നൊരു CCTV ഫുട്ടേജ് ഞാൻ വെച്ചു തരാം. നാട്ടുകാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കതൊന്നായിട്ട് കേൾക്കാം. ഓക്കെ, അക്രമത്തിൽ പരിക്കേറ്റ നാട്ടുകാർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്താ സംഭവിച്ചേ?
കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഏതാണ്ട് ഒരു 6 മണിയോടുകൂടി ഇവിടെ ഈ തൊട്ടപ്പുറത്ത് കട നടത്തുന്ന ഈ സന്തോഷ് അവിടെ വീട്ടിലെ ഒരു ആവശ്യത്തിന് വേണ്ടി ആ മേളിലേക്ക് പോയ സമയത്ത് ഈ പറയുന്ന 4 അംഗ സംഘം സന്തോഷിനെ ഒരു കാരണവും കൂടാതെ നീയാണോടാ ഞങ്ങളുടെ വിവരങ്ങൾ പോലീസിൽ വിളിച്ച് പറയുന്നതെന്ന് ചോദിച്ച് സന്തോഷിനെ അവിടം തൊട്ട് ഏതാണ്ട് 200 മീറ്ററോളം താഴെ ഇവിടെ വരെ അടിച്ച് റോഡിൽ കൂടെ വലിച്ചടച്ച് ഇവിടെ കൊണ്ടുവരുന്നൊരവസ്ഥയുണ്ടായി. അതിനുശേഷം ഈ സന്തോഷിനെ ഞങ്ങളെല്ലാവരും കൂടി പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഇവന്മാർ 4 കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവിടെ 2 മണിക്കൂറുള്ള ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ ഈ നാട്ടുകാരെ മുഴുവൻ വെല്ലുവിളിച്ച് നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള തെറികൾ പറയുകയും അതുപോലെ ഇവിടെ നിന്ന് ആളുകളെ മുഴുവൻ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഇവന്മാർ ഈ നാട്ടുകാർ തന്നെയാണോ? ഇവന്മാർ ഈ നാട്ടുകാരല്ല. ഇതിനകത്ത് 2 പേരുടെ അമ്മയുടെ വീട് തൊട്ടുമേളിൽ സുമതി എന്ന് പറഞ്ഞ ആൾ അവരുടെ അമ്മയുടെ അമ്മയാണ് ഉള്ളത്. ഞങ്ങൾക്കാർക്കും ഇവരെ അറിയത്തില്ല. ഇവരിവിടെ വരാറുള്ള ആളുകൾ 2-3-4 ദിവസമായിട്ട് അവരിവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പോലീസ് വരാറുണ്ട് ഇവരെ അന്വേഷിച്ച്. അത് മാത്രം നമുക്കറിയാം. അല്ലാണ്ട് ഇവരിവിടെ താമസിക്കുന്ന ആളുകളെ അല്ല. നമുക്കിവിടെയുള്ള ആളുകൾക്കാർക്കും ഇവരെ അറിയത്തുമില്ല. ഒരു കാരണവുമില്ലാതെ ഇവിടെ വന്ന് 2 മണിക്കൂറോളം അടിഞ്ഞാടുകയായിരുന്നു ഇവരിവിടെ ചെയ്തത്. ഈ വീട്ടിൽ കയറി വന്ന് എന്നെ അടിച്ചു. എന്നെ അടിക്കുന്ന പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യ ഇറങ്ങി എൻ്റെ ഭാര്യ അടിച്ചു. അങ്ങനെ താങ്കളുടെ വീട്ടിൽ കയറി വന്ന് താങ്കളെ മർദ്ദിച്ചു? വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുന്നത്. ഇതാണ് എൻ്റെ വീട്. ഈ വീട്ടിൽ കയറി വന്ന് എന്നെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വിഷമിച്ച് എൻ്റെ ഭാര്യ ഇറങ്ങി വന്നു. എൻ്റെ ഭാര്യയുടെ കൈക്ക് ഒരു പൊട്ടലുണ്ട്. അങ്ങനെ എനിക്കിട്ട് അടിച്ച അടിയെന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഇതുപോലെ ഒരു സിനിമയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഒരു അടിയെന്ന് പറയുന്നത്. അത് തല മരച്ചു പോയി ഒരടിക്ക്. അതുപോലത്തെ ഒരു അടിയാണ്. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മനോജ്, പിന്നെ അതുപോലെ എല്ലാ ആളുകളെയും അതിക്രൂരമായ രീതിയിലാണ് അവർ മർദ്ദിച്ചുകൊണ്ടിരുന്നത്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങളറിയാതെ ഞാൻ കൃത്യം 6:31 ആയപ്പം പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതാണ്. അവരന്നേരം പറഞ്ഞ് കാഞ്ഞിരമറ്റത്താണ് അവർ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് 8 മണിയോടുകൂടിയാണ് പോലീസ് ഇവിടെ വരുന്നത്. അത്രയും സമയം അവരിവിടെ താണ്ഡവം ആടുകയായിരുന്നു. നമുക്ക് വരുന്ന ആളുകളെ മുഴുവൻ ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു 8 മണിക്ക് ശേഷമാണ് ഒരു 100-100ഓളം പേര് ഇവിടെ കൂടുകയും നാട്ടുകാർ ഈ വഴിയെ വന്നവരും ഇത് അറിഞ്ഞ് ഇങ്ങനെ ഇത്രയും മണിക്കൂറുകളായിട്ട് ഈ സംഭവം നടക്കുന്ന അറിഞ്ഞ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നവരും എല്ലാം കൂടെ കൂടി ഇവരെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത്. കെട്ടി അത് വളരെ സാഹസികമായിട്ടാണ് ഇവരെ കീഴ്പ്പെടുത്താൻ തന്നെ സാധിച്ചത്. ഇവരുടെ ആ ബലമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യനുള്ള ബലം അല്ലായിരുന്നു ഇവർക്ക്. അവസാനം എല്ലാവരും കൂടെ കൂടി അതിന് ശേഷമാണ് ഇവരെന്ന് നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിച്ചത്. പിടിച്ചു കെട്ടി അവസാനം ആ സമയമായപ്പോഴത്തേക്ക് പോലീസ് വന്നു. പോലീസിൽ ഏൽപ്പിക്കുകയാണ് ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ഈ 4 പേരെ കൂടാതെ 2 പെൺകുട്ടികളുണ്ട്. ഏതാണ്ട് ഒരു 16-17 വയസ്സ് തോന്നിക്കുന്ന പെണ്ണുങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവർ നിരന്തരമായിട്ട് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഉച്ച സമയങ്ങളിലെല്ലാം ഇവിടെ വരികയും കുറേ 3-4 മണിക്കൂറിന് ശേഷം ഇവർ തിരിച്ചു പോവുകയും ചെയ്തു. അന്ന് ഈ ഞായറാഴ്ച ഇതുപോലെ ഇവർ രാവിലെ തൊട്ട് ഈ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടല്ലോ. അവർ രാവിലെ തൊട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്ന യുവാക്കൾ നടക്കുന്നതുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി ഈ 2 പെൺകുട്ടികൾ അവർ വന്നതിന് ശേഷമാണ് അതിഭീകരാവസ്ഥയിലേക്ക് ഇവർ മാറുന്നത്. ഞങ്ങൾ ഇവിടെ ഉള്ള ആളുകൾക്ക് ഞങ്ങളെ സംബന്ധിക്കുന്നത് ഇവരാണ് ഇതുകൊണ്ട് ഇവിടെ സപ്ലൈ ചെയ്തെന്നുള്ള ഞങ്ങളുടെ ബലമായ സംശയം. പെൺകുട്ടികൾ സംഭവം തുടങ്ങുന്ന സമയത്ത് ആ പെൺകുട്ടികൾ ആ വീട്ടിലുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതിലേ പോയെന്ന് നമുക്കറിയില്ല. ഒരുപാട് നാട്ടുകാർക്ക് പരിക്കുണ്ടല്ലേ? പരിക്കുണ്ട്. ആ കൂട്ടത്തിലാണ് എനിക്കും പരിക്ക് കിട്ടിയത്. ഇവനെ കാരണമായി മർദ്ദിക്കുന്നുണ്ട് ചോദിക്കാൻ ചെന്നതാണ്. അന്നേരം ആ കൂട്ടത്തിലാണ് എനിക്കും മർദ്ദനം കിട്ടിയത്. കൈക്ക് പട്ടിക കഷ്ണത്തിന് ഇവനിട്ട് അടിച്ചടി എനിക്കിട്ട് തടഞ്ഞപ്പം കൊണ്ടതാണ്. ഇവരുമായിട്ട് യാതൊരു മുൻപൈരാഗ്യങ്ങൾ ഇവരെ കണ്ടുപരിചയോ അങ്ങനെ ഒരു ഇതുമില്ല. അതിൻ്റെ അകത്ത് ഒരു പയ്യനെ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇതിലെ പോകുന്നതായിട്ട് അറിയാം. അവരുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഒന്നും ഉള്ളതല്ല. ഒരു 22-23 വയസ്സൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള പിള്ളേരാണ് ഇവരുണ്ടായിരുന്നത്. ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ മർദ്ദിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവർ ഒന്നും പറയുന്നില്ല. ഒന്നും പറയാതെ അവരുടെ ആ എന്തോ ഒരു എനർജിയിൽ എല്ലാം അങ്ങ് ചെയ്തു പോവുക, കാട്ടിക്കൂട്ടുകയാണ്. ഈ 4 പേരാണ് ഇത്രയും നാട്ടുകാരെ മുഴുവൻ മർദ്ദിച്ചത്. ഈ 4 വേറെ ആരുമില്ല. 4 പേര് ഓരോ ടൈം ഓരോ രീതി അവർക്കൊരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ അങ്ങ് വർദ്ധിച്ച് അങ്ങ് പോവുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭീകരമാണ്. മാരകായുധങ്ങൾ ഒന്നുമില്ല. കട്ട അവിടെ കിട്ടുന്ന കട്ട, കല്ല്, വടി, ഇത് ഇപ്പം കണ്ടില്ലേ, വഴി കണ്ടില്ലേ, ഇവിടെ കിട്ടുന്ന വടിയും പട്ടികയും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അവർ മർദ്ദിക്കാൻ. എന്നെ തുടങ്ങുന്നത് ഞാൻ ഇവിടെ നമുക്ക് മിഥില ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് കൂട്ടിയിട്ട് നമ്മുടെ പിള്ളേരെല്ലാവരും കൂടെ കൂടിയൊരു സൊസൈറ്റി അവിടെ ഉണ്ട്. അതിൻ്റെ ഒരു കമ്മിറ്റി. അപ്പോൾ വൈകി അപ്പോൾ കടയുടെ ഷർട്ടിട്ട് ഞാൻ കൊണ്ട് ഓടുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ചെന്ന്
അപ്പോഴത്തേനും നീയാണാ പോലീസിന് ഇതെല്ലാം പാസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അവിടെ തൊട്ട് ഒന്നും ഓർമ്മയില്ല. അടിയെന്ന് പറഞ്ഞാൽ ചേട്ടാ പെട്ടെന്നുള്ള ഒരു സൈക്കിൾ ഒത്തുപോലെ അടി. പിന്നെ നമുക്ക് കുറേയൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേ എനിക്ക് തന്നെ ഇത് എന്തിനാ നമ്മൾ ഈ അടി കൊള്ളുന്നത്, നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഈ 4 പേരെന്ന് പറഞ്ഞാൽ ഒരാൾ കഴിയുമ്പോൾ ഒരാൾ വരുന്നു, ജീവനോടെ ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെടും. എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ ഇങ്ങനെ രക്ഷപ്പെട്ടു. ലഹരി എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇതിങ്ങനെയൊക്കെ ഇത് ഭയങ്കര ഞാൻ ഞാൻ ഇതിൽ നിന്നും ഇത് മാറ്റം എനിക്ക് വന്നിട്ടില്ല. ഇഞ്ചപ്പരുവെന്നൊക്കെ പറയുന്ന ഒരു സാധനം, ഒരു മനുഷ്യനെ വിടുക എന്ന് പറയുന്നത് വളരെ നമ്മളെ സംബന്ധിച്ചോളം ഒരു കേട്ടുകഴിവില്ലാത്ത ഒരു സംഭവമായിരുന്നു ഇവിടെ. ശാന്ത സുന്ദരമായിട്ടൊരു പ്രദേശത്ത് ഇത്ര തരത്തിലുള്ളൊരു അക്രമം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ആശ്ചര്യമായിട്ട് തോന്നുകയാണ്. വളരെ വലിയ ഒരു അക്രമം എന്നുവെച്ചാൽ മദ്യമോ മാത്രമല്ല, വലിയ ഒരു മയക്കുമരുന്ന് ശൃംഖല, ഏറ്റവും കൂടിയ തരത്തിലുള്ളൊരു ശൃംഖലയുടെ ഭാഗമായിട്ടുള്ള 4-5 ആൾക്കാർ മാത്രമാണ് ഇവർ. ഇതിൻ്റെ പുറകിൽ ഒരു വലിയ ഒരു ഗാങ് തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അന്നേരം അതിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സത്വര നടപടികൾ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകണം. ഈ സംഭവത്തിൽ പാറാംതോട് സ്വദേശികളായിട്ടുള്ള ജൂബിൻ, ജിബിൻ, അമൽ, കിഷോർ എന്നിവരെ പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഓക്കെ, ഒരു കാര്യം പറയാം. ഇവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അതായത് ആ വണ്ടിയിൽ, അവർ വന്ന വണ്ടിയിൽ 2 16ഉം 17ഉം വയസ്സായിട്ടുള്ള പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്നാണ്. എൻ്റെ പൊന്നു നാട്ടുകാരുടെ ഒരു കാര്യം പറയുകയാണ്. നിങ്ങളെ നാട്ടിൽ കഞ്ചാവ് വലിക്കുന്നതോ അല്ലെങ്കിൽ MDMA ഉള്ള ടീമിനെ നിങ്ങൾ പോലീസിനെ അറിയിക്കണം. നിങ്ങൾ പേടിക്കണ്ട. ചിലർക്ക് പേടിയാണ്, അവർ ഗുണ്ടകളാണ്, അവരുടെ കയ്യിൽ അതുണ്ട്, നമ്മൾ വെറുതെ വിടൂല എന്ന്. അങ്ങനെ പേടിക്കുന്നവരുടെ ഒരു കാര്യം പറയാം. നമ്മൾ ഈ ലോകത്ത് 1000 വർഷം ജീവിക്കാൻ വിസ അടിച്ച് വന്നവരാണ്. എന്തിനാണ് പേടിക്കുന്നത്? ഞങ്ങളൊക്കെ അങ്ങനെ അവരങ്ങ് തീർത്തു പോകുന്നത് ഞാനൊക്കെ എപ്പോഴേ പോകേണ്ടവരാണ്. എത്ര വിമർശിച്ചിട്ടുണ്ട്. അതായത് ആര് ലഹരി കടത്തിട്ടുണ്ടെങ്കിലും ഒന്ന് പോലീസുമായി ബന്ധപ്പെടുക. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞെട്ടുകയാണ്. അവരെന്താണ്? പിന്നെ ഒരു കാര്യം കൂടി പറയാം. കുറേ പേര് കമൻ്റ് ഇടുന്നത് എന്തുകൊണ്ടാണ് 4 പേരെ ഒരു 10 പേർക്ക് എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. ആ നാട്ടുകാരെ തെരുവിളിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം. അവർ MDMA പോലെയുള്ള സാധനം അടിച്ചു വന്നാൽ അവരല്ല. അതായത് അവർ നമുക്ക് ജീവിക്കണം, നമുക്ക് കുടുംബമുണ്ട്, നമുക്ക് മക്കളുണ്ട്. ഓക്കെ, നമുക്ക് കുടുംബവും മക്കളും ഇരിക്കുമ്പോൾ നമ്മളങ്ങനെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ വടി കൊണ്ടോ അങ്ങനെ അടിക്കാൻ പോകത്തില്ല. കാരണം നമ്മളടിയിൽ അവൻ മരിച്ചു വീണാൽ നമ്മൾ ജയിലിൽ പോകണം. അതാണ് നിയമം. ഓക്കെ, അവർക്ക് കുടുംബമില്ല, ഒന്നുമില്ല. അവർക്കുള്ളത് MDMA ആണ്, അവർക്കുള്ളത് കഞ്ചാവാണ്. അവർക്ക് അതായത് ജീവിതം എന്തെന്ന് അറിയത്തില്ല. അവൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഒരു കഞ്ചാവ് വലിച്ചവൻ്റെ കയ്യിൽ നിന്ന് ഒരുത്തം മരിച്ചു പോയാൽ അവർ വിചാരിക്കുന്നത് അന്തസ്സായി ഞാൻ ജയിലിൽ പോയി കിടക്കുന്നതാണ്. അവർ അങ്ങനത്തെ ഒരു വിചാരം. അപ്പോൾ അവർ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അല്ലാതെ ഇപ്പോൾ ഒരു കഞ്ചാവ് വലിച്ചിട്ട് MDMA വലിച്ചിട്ട് 2 പേര് ഇവിടെ വലിയ വിഷയം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വടി കൊണ്ട് അടിക്കേണ്ടതല്ല, നമ്മൾ പോലീസിൽ വിളിച്ചിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അടിച്ചാൽ ഒരു പക്ഷേ അവൻ കായും, ചിലപ്പോൾ അത്രയും പവറുള്ള സാധനമാണ് അടിച്ചു വന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ, ബൈ.